ഒരു പരിധി വരെ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു ഇല്ല ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പേടിയുണ്ടായിരുന്നില്ലേ? പേടിയുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത കണ്ടാൽ ഞാൻ തുറന്നു പറയും. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. അത്രയും ഫാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിന്നത്. അത് ഓപ്പോസിറ്റ് ആരും നിൽക്കുന്നു എന്നുള്ളതല്ല. ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് ഫോർ എനിവൺ എൽസ്. വേർ ആങ്ങളെ ആയാലും പെങ്ങളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും അധികമായാൽ അമൃതം കമയാ. ഇവര് നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോ സപ്പോസ് ആദില നൂറെ അവരൊരു ഫംഗ്ഷൻ വെച്ച് കാണുകയാണെന്ന് വിചാരിക്കും, ഈ ചേച്ചിമാരെ ഒഴിപ്പമാണല്ലോ, അല്ലെങ്കിൽ അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. ആദില നൂറയോട് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ്. ഓക്കെ, ഇതിൽ ആദില നൂറ എന്നുള്ള രണ്ടാൾക്കാർ മാത്രമല്ല, സ്വന്തം അമ്മയെ തല്ലിയാലും 2-3 ഭക്ഷമുള്ള കോണാത്തിലെ നാടായത്. നമ്മൾ ഈ പറയുന്ന ഈ ആദില നൂറ പോലത്തെ രണ്ടാൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത്. പ്ലസ്സിൽ ആൾക്കാർ ചിലപ്പോ ദേ ഐഡന്റിഫൈ ദെംസെൽസ് ആസ് കാറ്റ്, ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും, ആസ് ട്രീ. അപ്പോ ഒരാൾ വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും we will have to say yes. ഇപ്പോഴത്തെ ജനറേഷന് ഒരുതരം അമേരിക്കൻ കൾച്ചറാണെന്നേ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു പാക്കേജ് പോലെയാ, അതിൽ ഇതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതുകൊണ്ടാണ് പല കൺട്രീസിലും ഇത് ബാൻ ചെയ്ത് വേണ്ട എന്ന് തന്നെ കൺട്രി ലീഡേഴ്സ് തന്നെ പറയുന്നത്. തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? മനസ്സിലാവുന്നുണ്ടോ? സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ നാട്ടില് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇത് പോയി ഏതൊക്കെയോ എക്സ്റ്റെൻഡിലോട്ട് എത്തുന്നു. ഒരു 100+ ഒരു സബ് വെറൈറ്റീസ് വന്നാലും നമുക്ക് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം എന്റെ മോനും വേണ്ടി മാത്രമല്ല ഞാനവിടെ പറഞ്ഞത്, വേറെ പല പാരന്റ്സിനും ഈ സെയിം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്നവരുടെ കഞ്ഞി പാറ്റയിടാൻ വന്നോക്ക് പറക്കോട്ട് ഭഗവതി കൊടുത്ത ശിക്ഷയാ. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നെസസറി നോർമലൈസിങ് ദിസ് ഹോൾ LGBTQ-ന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്നില്ല. അവിടെ വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. കാരണം അങ്ങനെ പോയി നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു രീതിയിലോട്ട് എത്തും. സമൂഹത്തിൽ കുറച്ചൊക്കെ ആണെങ്കിലും ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ കൺവെൻഷനിൽ കാണുന്നത് അത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഇത് കലയോടുള്ള അഭിനിവേശമാണോ? അല്ല, കാമകലയോടുള്ള ആവേശം. ഇങ്ങനെ ഉള്ള ആള് നോർമൽ ലൈഫ് ലീഡ് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ അല്ലാത്തൊരാള് ഇതിൽ വന്ന് പെട്ടുപോകുന്നത്. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. സമൂഹം വൃത്തിയായിട്ട് വരുമ്പോഴേക്കും വീട് ഭാർഗവി നിലയം പോലെ